യേസ്, നമസ്കാരമുണ്ട്. ഞാനൊരു ചെറിയ ചിന്ത നിങ്ങൾക്ക് തരാനായിട്ടാണ് ഈ നേരം നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. എന്താ വെച്ചാൽ, സൂചി കണ്ടിട്ടുണ്ടാവല്ലോ. സൂചിയിലൊരു നൂല് കോർക്കുവാനായിട്ട് ഒരു കൂട്ടം ആളുകളെ ഏൽപ്പിച്ചാൽ ചിലരത് വളരെ സിമ്പിളായിട്ട്, വളരെ ലാഘവത്തോടെ, വളരെ കാമായിട്ട് അത് കോർത്ത് നമ്മുടെ കയ്യിൽ തരും. ചിലര് കൈ കിട്ടിയ സൂചിക്ക് കുറെ പരാതികൾ, നൂലിന് കുറെ പരാതികൾ, അല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഹറിബറി ആയിട്ട് കുറെ ഇഷ്യൂസ് നമ്മുടെ മുമ്പിലേക്ക് നമുക്ക് കുറെ തലവേദന ഉണ്ടാക്കും. ചിലരാകട്ടെ ഭയങ്കര കഷ്ടപ്പെട്ട്, ഭയങ്കര എന്താ പറയുക, ആകെ വേർത്ത് ഭയങ്കര പുലിവാലായിട്ട് അത് കോർത്ത് തരും. അടുത്ത ചിലരാകട്ടെ അതിനി കോർക്കാനും കൂടി പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച് അത് ആകെ നാശകോശാക്കി അത് വലുതാക്കാൻ ട്രൈ ചെയ്ത് അത് ഒട്ടിച്ച് ഒക്കെ കളഞ്ഞ് തരും. മാത്രവുമല്ല, ചിലരൊക്കെ ഇത് കാണിക്കണം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നൂല് കോർക്കാൻ അല്ലെങ്കിൽ സൂചി കോർക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയും കൂടി തന്ന് നമുക്ക് തരും. ഇതുപോലെ തന്നെയാ ഓരോ ബിസിനസ്സും. പലരും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ വളരെ കോംപ്ലിക്കേറ്റ് ആക്കി ഭയങ്കര പ്രശ്നകരമായിട്ട് മറ്റുള്ളവർക്കും കൂടി പേടിപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിമറിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ മനോഭാവവും നമ്മുടെ ആഗ്രഹവും ഒരുപോലെ ഉയരണം. എന്നാലേ നമുക്ക് എന്തും വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു സൂചി കോർക്കുന്നത് പോലെ, വളരെ സിമ്പിളായിട്ട് സൂചി കോർക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ എന്ത് ബിസിനസ്സിനും എന്ത് പ്രസ്ഥാനത്തിനെയും നേരിടേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രസ്ഥാനം ഒരു സൂചി സിമ്പിളായിട്ട് കോർക്കുന്ന പോലെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ വിലയിരുത്താം. ഞാൻ ഏത് ടൈപ്പാണ്? സിമ്പിളായിട്ട് സൂചി കോർക്കുന്ന ആളാണോ, അതോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സൂചി കോർക്കുന്ന ആളാണോ, അതോ ഞാൻ വേറെ ആർക്കെങ്കിലും കോർക്കാൻ പറ്റാത്ത രീതിയിൽ ഒടിച്ച് ഞെരിച്ച് കളയുന്ന ടൈപ്പാണോ, ഒട്ടിച്ച് കളയുന്ന സാധനമാണോ, അല്ലെങ്കിൽ സൂചി ഒടിച്ച് കളയുന്ന ടൈപ്പാണോ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ സൂചിയുടെ നൂലിനെയും കുഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണോ? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന പ്രസ്താവനാനമായിക്കോട്ടെ, ഷോപ്പായിക്കോട്ടെ, എന്തിലും വിജയിക്കണമെങ്കിൽ ഈ ഒരു തീം നമ്മുടെ മനസ്സിൽ വേണം. എന്നാലേ ജയിക്കൂ. എല്ലാവർക്കും, നിങ്ങൾ ഏത് മേഖലയിലാണോ ഉൾപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ വിജയിക്കാനുള്ള എല്ലാ ആശംസയും നിങ്ങൾക്ക് നേരാണ്. വെരി താങ്ക് യു. എൻ്റെ പേര് റോബിൻ റാഫേൽ. മറക്കണ്ട, ഞാൻ അങ്കമാലിയിൽ നിന്ന് ആണ് സംസാരിക്കുന്നത്.